നമസ്കാരം. 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി. അദ്ദേഹത്തെ ബോധപൂർവം കുടുക്കി ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതിന്റെ തുടർച്ചയായി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മിക്ക ചാനലുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയയെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM-കാരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാം ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്യാൻ? അതിനിടയിൽ 18 ദിവസം അദ്ദേഹം അനാവശ്യമായി ജയിൽവാസം അനുഭവിച്ചു. രാഹുലിനോട് എന്തിനാണ് ഇത്ര സിമ്പതി എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം രാഹുലിന് ജാമ്യം കൊടുത്തുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്നലെ പറഞ്ഞ പരാമർശങ്ങൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനാണ്, അവിവാഹിതനാണ്. അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടം പരസ്പര സമ്മതത്തോടെ ആരോടെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിലൊരു പൊളിറ്റിക്കൽ ഇമ്മോറാലിറ്റി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായി ഒന്നുമില്ല. ഇത് കോടതിക്ക് ബോധ്യമാവാത്തത്, തങ്ങൾക്ക് ലഭിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു എന്നതിൽ ആശങ്ക പൂണ്ട, നിരാശ പൂണ്ട ഒരുപറ്റം മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലെ ഞരമ്പ് രോഗികളും മാത്രമാണ്. കൃത്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയതിന്റെ വാശി കാണുമ്പോൾ വ്യക്തമാവുന്നത് തങ്ങൾക്ക് ലഭിക്കാത്തതൊക്കെ ഒരു ചെറുപ്പക്കാരന് കിട്ടുന്നതിലെ അസൂയ കൊണ്ട് പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച സദാചാരവാദികളും സദാചാര കവലപ്രസംഗകരുമായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത്. അത് വ്യക്തമാക്കുന്നതായിരുന്നു കോടതി വിധി. ഒന്നല്ല, 2 വിധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വത്തെ ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. 18 ദിവസം ജയിലിൽ അടച്ചതിന്റെ വന്യമായ ആഹ്ലാദം ബാക്കിയാകുമ്പോഴും രാഹുൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത് നിയമവിരുദ്ധമായാണ് എന്ന് കോടതിക്ക് ബോധ്യമാവുന്നു. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു കുഴപ്പം തന്നെയാണിത്. ഒരു നിരപരാധിയെ നമുക്ക് ജയിലിൽ അടയ്ക്കാൻ കഴിയും. ജയിലിൽ അയാൾ കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾ നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. ഇന്നലെ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് എണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കേണ്ടതാണ്. വാസ്തവത്തിൽ ആ വിധി പകർപ്പിലൂടെ ഓടിച്ചു പോയപ്പോൾ അഭിമാനം തോന്നി. കാരണം ഇതേ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മറുനാടനിലൂടെ ജനങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിയമപരമായി ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു വിധിയിൽ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സദാചാരം അന്വേഷിക്കേണ്ടത് കോടതിയുടെ പണിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ഏതെങ്കിലും സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ടാൽ അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചെയ്യുന്നത് തെറ്റാവുന്നത് അധാർമികതയുടെ പേരിലാണ്, നിയമവിരുദ്ധതയുടെ പേരിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി മാന്യത പൊതുപ്രവർത്തനത്തിൽ കാണിക്കണം. സ്ത്രീകൾ താല്പര്യമെടുത്ത് വന്നാൽ പോലും രാഹുൽ അതിൽ വീണുപോവാൻ പാടില്ല. അത് മാത്രമാണ് രാഹുലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ച. അതിന്റെ പേരിൽ രാഹുലിനെ ബലാത്സംഗ കേസിലെ പ്രതിയാക്കുക, ലൈംഗിക മനോരോഗിയാക്കുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുക, അവരെ ഗർഭിണിയാക്കി ആ ഗർഭം കൊന്നുകളയുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുക, ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി നടന്ന നീക്കങ്ങൾക്കെതിരെയുള്ള കോടതി വിധിയായിരുന്നു ഇന്നലത്തെ വിധിയിലൂടെ ഓടിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു വസ്തുത രാഹുലിന് മേൽ ചുമത്തിയിരുന്നത് കള്ളക്കേസാണെന്നാണ്. കോടതി എണ്ണി ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്ത കുറ്റമെന്തെന്ന്. വാസ്തവത്തിൽ ഇന്നലെ കൊടുത്ത ജാമ്യ ഹർജി ഈ കേസിന്റെ അന്ത്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു ജാമ്യ ഹർജിയിലെ തീർപ്പല്ല, അതിനപ്പുറത്തേക്ക് കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുപോയി ആ കേസിന്റെ മെറിറ്റ് ഓരോന്നും ചൂണ്ടിക്കാട്ടി ഇതെങ്ങനെ ബലാത്സംഗമാവും എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി വിധി പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ രാഹുലിന് സഹായകരമായത് യുവതിയുടെ മൊഴി തന്നെയാണ്. കോടതി ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത്രയധികം കാലതാമസം ഉണ്ടായത്? തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ രാഹുലിനെ വിളിച്ചു വരുത്തിയത് യുവതിയാണ്. അവിടേക്ക് രാഹുൽ ചെന്നതാണ്. മുറിയെടുത്തിട്ട് രാഹുൽ യുവതിയെ വിളിച്ചു വരുത്തി ആശയക്കുഴപ്പമുണ്ടാക്കി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ബലാത്സംഗത്തിനിരയായ യുവതി പുറത്തിറങ്ങിയിട്ട് ഈ 1 വർഷവും 9 മാസവും ആരോടും പറയാതിരുന്നത്? സാധാരണ പലപ്പോഴും ഇത്തരം ബലാത്സംഗ കേസുകളിൽ ഇത്തരം കാലതാമസത്തിന് കാരണങ്ങളുണ്ടാവും. എന്നാൽ ഇവിടെ എന്ത് കാരണമാണുള്ളത്? അതിനുശേഷവും ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ പോയി. രാഹുൽ മാങ്കൂട്ടവും ഈ യുവതിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രതിഭാഗം. ആ സംഭാഷണങ്ങൾ കേട്ട കോടതി അതിന്റെ ആധികാരികതയിലേക്ക് കയറിയില്ല. അത് ആധികാരികമാണോ അല്ലയോ എന്ന് കോടതി അഭിപ്രായപ്പെട്ടുമില്ല. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം തെളിയിക്കേണ്ടതാണ്. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ അത് പെൺകുട്ടിയുടേതാണെങ്കിൽ അവിടെ സമ്മതമുണ്ട്. സമ്മതമില്ലാതെയാണ് ആ ബന്ധം എന്നത്
നിഷേധിക്കുകയാണ് ഈ തെളിവുകൾ. മാത്രമല്ല, ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തതിനു ശേഷം ശരീരത്തിൽ മുറിവേൽപ്പിച്ചു, വേദനിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് ഈ സംഭാഷണത്തിൽ തന്നെ നിഷേധിക്കപ്പെടുന്നു. മാത്രമല്ല, തമ്മിലുള്ളത് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമല്ലേ എന്ന് ഈ പെൺകുട്ടി തന്നെ പറയുന്ന ശബ്ദരേഖയുമുണ്ട്. ഈ 1 കൊല്ലവും 9 മാസത്തിന് ശേഷം ഈ പെൺകുട്ടി എന്തിനാണ് ഇപ്പോൾ പരാതിപ്പെട്ടത്? പരാതിപ്പെടാൻ കാരണം ഈ സമാനമായ പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു. അപ്പോൾ മാത്രമാണോ ഇത് ബലാത്സംഗമാണെന്ന് തോന്നിയത്? കോടതി പ്രതിഭാഗം ചോദിച്ച ഓരോ ചോദ്യവും കൃത്യമായി അടയാളപ്പെടുത്തുകയും അത് തന്നെ എഴുതുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്താൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തും എന്ന വാദം കോടതി തള്ളിക്കളഞ്ഞു. അതിജീവിത ഇപ്പോൾ കാനഡയിലാണ്. കാനഡയിൽ ഉള്ള അതിജീവിതയ്ക്ക് എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിയായി മാറുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് വിദേശത്തേക്ക് പോകാനുള്ള അവസരം നിഷേധിച്ചാൽ പിന്നെ ആ സാധ്യത അടയുമല്ലോ. വെറും പാഴ്വാക്കല്ലേ ആ വാദമെന്നാണ് ചോദ്യം. അന്വേഷണം തുടരാൻ റിമാൻഡ് ആവശ്യമില്ല എന്ന് കോടതി കണ്ടെത്തി. കാരണം ഇഷ്ടം പോലെ സമയം കൊടുത്തിരുന്നു. ഈ സമയത്തൊന്നും വേണ്ട അന്വേഷണം നടത്തി എന്നതിന് തെളിവില്ല. മാത്രമല്ല, കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്ന പോലീസ്, റിമാൻഡ് റിപ്പോർട്ടിൽ കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്ന പോലീസ് അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് വ്യാജമാണ്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിന് തെളിവില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേസ് അന്വേഷണം അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. പ്രഥമ ദൃഷ്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്നത് തെറ്റായ വാദമാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം പീഡിപ്പിച്ചിട്ട് പിന്നെ എന്തിനാണ് ഈ യുവതി പാലക്കാട്ടേക്ക് പോയത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിന്റെ ഭാഗമായി യുവതി മുമ്പോട്ട് വെച്ച തെളിവുകൾ തന്നെയാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്ന യുവതി വാസ്തവത്തിൽ സമ്മതപ്രകാരം, ഇഷ്ടപ്രകാരം പണം കൊടുത്തതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെയാണ് ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് പണം കൊടുത്തത് എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ സാമ്പത്തിക സഹായം ചെയ്തു, ഫ്ളാറ്റ് വാങ്ങാൻ അന്വേഷിച്ചു എന്ന യുവതിയുടെ മൊഴിയും രാഹുൽ മാങ്കൂട്ടത്തിന് സഹായകരമായി. ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കാൻ എന്തിനാണ് ശ്രമിച്ചത്, എന്തിനാണ് ആലോചിച്ചത് എന്നതായിരുന്നു ചോദ്യം. മാത്രമല്ല, ബലാത്സംഗം കഴിഞ്ഞ് നാളുകൾക്ക് ശേഷമായിരുന്നു ഇത്. അപ്പോഴേക്കും ഗർഭചിത്രം നടന്നു എന്നും പറയുന്നുണ്ട്. ഗർഭചിത്രം നടന്നു എന്ന് പറയുന്നതല്ലാതെ ആധികാരികതമായി അതിന്റെ തെളിവുകളൊന്നും കോടതിയിൽ കാണിച്ചിട്ടുമില്ല. ഏറ്റവും നിർണായകമായ തെളിവായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നില്ല യുവതിയെ ബന്ധപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അന്ന് യുവതി വിവാഹിതയായിരുന്ന യുവതി രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് ബന്ധപ്പെട്ട് മുറി ബുക്ക് ചെയ്ത് അങ്ങോട്ട് ക്ഷണിച്ചത് എന്തിനെ എന്ന ചോദ്യത്തിന് കോടതിക്കും സംശയമുണ്ടായി. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ്. ഇതിൽ ഒരു തരത്തിലും ബലാത്സംഗമില്ല എന്ന കൃത്യമായ നിഗമനം എഴുതി ചേർത്തുകൊണ്ടാണ് രാഹുലിന് ജാമ്യം അനുവദിക്കുന്നത്. ഇതേ സാഹചര്യം തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലുമുണ്ടായി. രാഹുലിന്റെ ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ആ കേസിലെ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതേ തുടർന്നാണ് ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി അറസ്റ്റ് സ്റ്റേ ചെയ്തിരുന്നു. ആഴ്ചകളായും സ്റ്റേ നീണ്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇന്നലെ വാദം പൂർത്തിയായ രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കോടതി വ്യക്തമായി തന്നെ ചോദിച്ചു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമാവുന്നത്? അതേസമയം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. എന്നാൽ അതിന് തെളിവ് ആവശ്യമാണ്. ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇന്നലെ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. കണ്ടീഷൻസ് എല്ലാ കേസിലും ഉള്ളത് തന്നെയാണ്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം എന്ന് വെച്ചാൽ 2 പേർ ജാമ്യം കൊടുത്താൽ മാത്രമേ കിട്ടൂ. അത് ഇന്നലെ തന്നെ 2 ആൾ ജാമ്യം വെച്ച് പുറത്തു വന്നു. അത് വലിയ കാര്യമില്ല. ഏത് കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ശനിയാഴ്ചയും ഒപ്പിടാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പോകണം 3 മാസത്തേക്ക്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തരുത്, നേരിട്ടോ അല്ലാതെയോ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തരുത്. ഇത്തരം സാധാരണ കൊടുക്കുന്ന നിബന്ധനകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഒരു കാര്യം ബോധ്യമായി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള കേസുകളൊക്കെ അവസാനിക്കുന്നു. രാഹുലിനെ ജയിലിലടയ്ക്കാനുള്ള നീക്കം വിജയിച്ചു എങ്കിലും അത് രാഹുലിന് ക്ഷീണമായി വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം രാഹുലിനെ കള്ളക്കേസിൽ കുടുക്കിയാണ് ജയിലിലടച്ചതെന്ന് ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ വിശ്വസിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു. രാഹുലിന്റെ മേൽ ഇനി കള്ള ആരോപണങ്ങൾ, അത് പോക്സോ കേസ് അടക്കമുള്ള കള്ളക്കേസുകളുമായി രംഗത്ത് വരുമെന്ന് പറയുമ്പോഴും അത് എത്രമാത്രം വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം രാഹുലിന് മേൽ ചുമത്തി 3 കേസിലും രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി ജാമ്യം കൊടുത്തത്.
അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണയിലേക്ക് വരുമ്പോഴും ഈ കേസിൽ രാഹുലിനെ ശിക്ഷിക്കാൻ കഴിയില്ല. രാഹുലിന്റെ രാഷ്ട്രീയം ഇല്ലാതാക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയായി ഇത് വെളിപ്പെടും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ മേലുള്ള കരിനിഴൽ പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും മൂന്നാമത്തെ കേസിലും ജാമ്യം കിട്ടിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ധൈര്യമായി ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടക്കാം. രാഹുലിനെ വേട്ടയാടിയതാണ് എല്ലാ പാർട്ടിക്കാരും ചേർന്ന്. അത് പിണറായിയുടെ പോലീസുമുണ്ട്, പിണറായിയുടെ പാർട്ടിയുമുണ്ട്, കോൺഗ്രസ് പാർട്ടിയുമുണ്ട്, BJP-യുമുണ്ട്. എല്ലാവരും ചേർന്ന് രാഹുലിനെ വേട്ടയാടിയതാണെന്ന് സമൂഹത്തിന് ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ തെളിവ് കോടതിക്ക് വ്യക്തമായിരിക്കുന്നു. ആ കോടതി ഇത് ബലാത്സംഗമേ അല്ല എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുന്നു. രാഹുലിന് ഇനി സ്വസ്ഥമായി സഞ്ചരിക്കാം. ഇനി കള്ളക്കേസുമായി വരാനുള്ള സാധ്യത കുറവാണ്. കാരണം എടുത്ത 3 കേസുകളും കള്ളമാണെന്ന് ബോധ്യമായതോടെ പ്രത്യേക അന്വേഷണ സംഘം പോലും അപ്രസക്തമായിരിക്കുന്നു. ഇനി കാണാൻ പോകുന്നത് രാഹുലിന്റെ പോരാട്ട ദിനങ്ങളായിരിക്കും.